മത്സ്യാവതാരം. പണ്ടൊരിക്കൽ ബ്രഹ്മാവ് ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഹയഗ്രീവൻ എന്ന ഒരു അസുരൻ വേദങ്ങളെ മോഷ്ടിച്ചു. ബ്രഹ്മാവ് ഉറങ്ങുന്നതോടെ ലോകം മുഴുവൻ ജലപ്രളയമാകും. ആ കാലത്ത് ഒരു ദിവസം ദ്രാവിഡദേശത്തിലെ രാജാവായ സത്യവ്രതൻ കുളി കഴിഞ്ഞ് നദിയിൽ തർപ്പണം ചെയ്യുകയായിരുന്നു. കയ്യിൽ കോരിയെടുത്ത ജലത്തിൽ രാജാവ് ദിവ്യമായ ഒരു മത്സ്യത്തെ കണ്ടു. അതിനെ അദ്ദേഹം തൻ്റെ താമസസ്ഥലമായ രാജധാനിയിൽ കൊണ്ടുവന്നു ഒരു കുളത്തിൽ ഇട്ടു. ഉടനെ ആ ദിവ്യ മത്സ്യം വളർന്നു ഒരു മഹാമത്സ്യമായി തീർന്നു. അപ്പോൾ രാജാവ് ആ മത്സ്യത്തെ സമുദ്രത്തിലിട്ടു. ദിവ്യ മത്സ്യം രാജാവിനോട് സംസാരിക്കുവാൻ തുടങ്ങി. ഭക്തനായ സത്യവ്രത രാജാവിനു ആ മത്സ്യം ഭഗവാൻ തന്നെയാണെന്നു മനസ്സിലായി. ആ മത്സ്യം രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: രാജാവേ, താമസിയാതെ ഈ ലോകം മുഴുവൻ പ്രളയം വരും. അന്നു അങ്ങയെ രക്ഷിച്ചു കൊള്ളാം. ഉടനെ ആ മത്സ്യം മൂർത്തിയായ ഭഗവാൻ സമുദ്രത്തിൽ നിന്നും അന്തർധാനം ചെയ്തു. അങ്ങനെ 7-ാമത്തെ ദിവസം അത്യുഗ്രമായ മഴ ആരംഭിച്ചു. സർവത്ര വെള്ളം. രാജാവും കൊട്ടാരവുമെല്ലാം പ്രളയജലത്തിൽ മുങ്ങിക്കഴിഞ്ഞു. സത്യവ്രത രാജാവ് മത്സ്യമൂർത്തിയെ ധ്യാനിച്ചു രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചു. ഉടനെ ഒരു തോണിയുമായി സപ്തർഷികൾ വരുന്നു. രാജാവ് ആ തോണിയിൽ കയറി. ഇളക്കം മൂലം ആ തോണി മറിഞ്ഞു പോകുമെന്ന മട്ടായി. അപ്പോൾ ആ മഹാമത്സ്യം പ്രളയത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ വൃക്ഷം പോലെയുള്ള വലിയ കൊമ്പിൽ തോണി കെട്ടി. തോണിയും വലിച്ചുകൊണ്ട് മത്സ്യമൂർത്തി രാജാവിന് നല്ല സത്വോപദേശങ്ങൾ നൽകി. അങ്ങനെ സഞ്ചരിച്ചു. ബ്രഹ്മാവ് ഉണർന്നതോടെ പ്രളയം അവസാനിക്കാറായി. അപ്പോൾ മത്സ്യമൂർത്തിയായ ഭഗവാൻ കൊമ്പുകൊണ്ട് ഹയഗ്രീവനെ കൊന്നു വേദങ്ങൾ വീണ്ടെടുത്തു ബ്രഹ്മദേവന് കൊടുക്കുകയും ചെയ്തു.